ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞണം? റിവേഴ്സ് അഗ്രികൾച്ചർ, റിവേഴ്സ് എൻജിനീയറിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണിതെന്ന് ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം. അതായത്, ഒരു ടൺ ഏലക്ക നമ്മൾ പറിക്കുമ്പോൾ മണ്ണിൽ നഷ്ടമാകുന്ന മൂലകങ്ങൾ എത്രയാണോ എന്നത് കണക്കാക്കിയിട്ട് അതനുസരിച്ച് വളപ്രയോഗം നടത്തുന്ന രീതിക്കാണ് റിവേഴ്സ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അത് ഓരോ ക്രോപ്പിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഏലത്തിൻ്റെ കണക്കായിരിക്കില്ല കൊക്കോയെ സംബന്ധിച്ച്, ഇനി നെല്ലിനെ സംബന്ധിച്ച് അതും ആയിരിക്കില്ല. അപ്പോൾ ഒരു ടൺ നെല്ല്, അതല്ലെങ്കിൽ ഗോതമ്പ്, അതല്ലെങ്കിൽ ഏലക്ക എടുത്തിട്ട്, പച്ച ഏലക്ക ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പച്ച ക്രോപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് ഒരു ടൺ എടുക്കുമ്പോൾ ഒരു ടണ്ണ് പച്ച ഏലക്കായിൽ എത്ര കിലോഗ്രാം മഗ്നീഷ്യം ഉണ്ട്, എത്ര കിലോഗ്രാം ഫോസ്ഫറസ് ഉണ്ട്, എത്ര കിലോഗ്രാം അതുപോലെ തന്നെ അയൺ ഉണ്ട്, ഇങ്ങനെയുള്ള ഘടകങ്ങൾ അനലൈസ് ചെയ്തിട്ട് ആ കുറവ് മണ്ണിൽ കൊടുത്ത് പരിഹരിക്കുന്ന രീതിക്കാണ് ഈ പറയുന്ന റിവേഴ്സ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കിപ്പോൾ കിടക്കാം. വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ റിവേഴ്സ് അഗ്രികൾച്ചറിൻ്റെ ഭാഗം എന്ന നിലയിൽ പരിശോധിക്കുന്നതെന്ന് ഏലക്കായാണ്. അതായത് നമുക്കറിയാം, ഇതിപ്പോൾ ഉദാഹരണത്തിന് ചെറിയ ചെടി എടുത്തെന്ന് മാത്രമേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതുപോലെ വൻകിട തോട്ടങ്ങളുണ്ടാവും. വൻകിട തോട്ടങ്ങളിൽ നമുക്കറിയാം ടൺ കണക്കിന് ഏലക്കായാണ് ഓരോ പ്രാവശ്യം പറിച്ചു മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ റിവേഴ്സ് അഗ്രികൾച്ചറിലൂടെ മനസ്സിലാക്കുന്ന സംഗതി, ഈ ഏലക്കായിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് അനലൈസ് ചെയ്തിട്ട് ആ ഘടകങ്ങൾ ഒരു ടൺ ഏലക്ക നമ്മൾ പറമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തു നിന്ന് പറിക്കുമ്പോൾ അതിൽ എത്രത്തോളം മിനറൽസ് കുറവ് വരും, അതുപോലെ തന്നെ എലമെൻറ്റ്സ് കുറവ് വരും എന്നുള്ളതിന് സ്റ്റഡി നടത്തിയിട്ട് അത്രയും ചേർക്കുക എന്നുള്ളതാണ് ഈ റിവേഴ്സ് അഗ്രികൾച്ചറിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ടൺ ഏലക്ക നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് മണ്ണിൽ നിന്ന് നഷ്ടമാകുന്ന ഘടകങ്ങൾ ഞാനിന്ന് പറയാൻ പോവുകയാണ്. അതായത് 12 മുതൽ 15 കിലോ വരെ നൈട്രജൻ നഷ്ടമാകുന്നുണ്ട്. അതോടൊപ്പം 2 മുതൽ 5 കിലോ വരെയും ഫോസ്ഫറസ്, 20 മുതൽ 25 കിലോ വരെയും പൊട്ടാഷ്, അതുപോലെ തന്നെ അതുകൂടാതെ തന്നെ പിന്നെ മഗ്നീഷ്യം, അയണ്, സിങ്ക്, ബോറോണ് ഇവയും നഷ്ടമാകുന്നുണ്ട്. അതുകൂടാതെ തന്നെ സൾഫർ നഷ്ടമാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ വിറ്റാമിൻ ഘടകങ്ങളിലേക്ക് നോക്കുമ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ B1, B2, അതുപോലെ B6 ഇതെല്ലാം ഒരു ഏലക്കായിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതും നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ മറ്റത് നമുക്കൊരളവിൽ പറയാൻ അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ സൂചിപ്പിക്കാത്തത്. പക്ഷേ ഇത് അതിനാവശ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരു ടൺ ഏലക്ക പറമ്പിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ആ പറമ്പിലേക്ക് തന്നെ നമ്മൾ റിട്ടേൺ ചേർക്കേണ്ട ഘടകങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആ വിധത്തിൽ സ്റ്റഡി നടത്തി അങ്ങനെയും അഗ്രികൾച്ചർ ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് റിവേഴ്സ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് റിവേഴ്സ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ പാകിസ്ഥാനിൽ നിന്നൊരു മിസൈൽ ഇന്ത്യയിൽ വന്ന് പതിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവർ സ്റ്റഡി നടത്തി. അപ്പോൾ അത് ചൈനയുടെ ഒരു മിസൈലായിരുന്നു. എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തി. അതാണ് റിവേഴ്സ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പഠനത്തിലൂടെ അതിൻ്റെ ആ മെക്കാനിസം മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ മണ്ണിൽ നിന്ന് നഷ്ടമാകുന്ന മൂലകങ്ങൾ ഒരു ടണ്ണിൽ എത്രത്തോളം, ഏലക്കായിൽ എത്രത്തോളം അത് നഷ്ടപ്പെടുന്നുണ്ട് എന്നതിനെ പഠിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ മണ്ണിൽ അതനുസരിച്ചുള്ള മൂലകങ്ങളും വളങ്ങളും പ്രയോഗിക്കുന്ന രീതിക്കാണ് ഈ റിവേഴ്സ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ ക്രോപ്പിനും വ്യത്യാസമായിരിക്കും അതിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ ഈ ഏലക്കായുടെ ഒരു ഘടകങ്ങളായിരിക്കില്ല മറ്റൊരു ക്രോപ്പിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഏലക്കായെ സംബന്ധിച്ചുള്ള ഒരു കണക്കാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഓരോന്നിനും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.